ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. വിബ്ജുർ അക്കാദമിയുടെ വിബ്ജുർ എജു ഹബിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഒന്നാമത്തെ പാർട്ട് വീഡിയോ കണ്ടുകൊണ്ടായിരിക്കും നിങ്ങൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും നമ്മുടെ ഈ SSLC മോഡൽ എക്സാം മാത്സിന്റെ ആൻസർ ചെയ്യുന്ന സെഷൻ ഒന്നാമത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. കാരണം 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും സെഷൻ എന്ന് പറയുന്നത് ഒരു എക്സാമിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്വാഭാവികമായും ടീച്ചർമാർക്ക് നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചർമാർക്ക് നമ്മൾക്ക് മേലൊരു ഇംപ്രഷൻ ഉണ്ടാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സെഷൻ കൂടിയാണ് 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും സെഷൻ. ആയതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരും ആ സെഷൻ വളരെ ശ്രദ്ധിച്ച്, എളുപ്പമായിരിക്കും എന്തായാലും, വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ഒരൊറ്റ ചോദ്യം പോലും നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി 4 മാർക്കിലേക്ക് വന്നാൽ 11 ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ 4 മാർക്കിന്റെ സെഷനിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി ആ 4 മാർക്കിന്റെ 11 ചോദ്യം എങ്ങനെയാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായി 4 മാർക്കിന്റെ ചോദ്യങ്ങളിൽ എന്തുണ്ടാവും? സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചില സബ് ക്വസ്റ്റ്യനുകളിൽ 1 മാർക്ക് തന്നെ ആയിരിക്കില്ല എല്ലാ സബ് ക്വസ്റ്റ്യനും. ഒന്നിൽ കൂടുതൽ മാർക്കുള്ള സബ് ക്വസ്റ്റ്യനുകൾ എല്ലാത്തിലും കുറച്ച് കൂടുതൽ സ്റ്റെപ്പുകൾ ചെയ്യേണ്ടാവും. 1 മാർക്കല്ലല്ലോ, 2 or 3 മാർക്ക് അതിൽ കിട്ടേണ്ടതുണ്ടല്ലോ. സ്വാഭാവികമായും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ടാവും? കൂടുതലായിട്ട് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി, ക്ഷമയോടുകൂടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുകയും വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങളുടെ പഠനത്തിൽ പകർത്തുകയും വേണം എന്ന് മാത്രം ഇപ്പോൾ ഉണർത്തുകയാണ്. നമ്മളിനി പോകാൻ പോകുന്നത് 11ാമത്തെ ചോദ്യത്തിലേക്കാണ്. 11ാമത്തെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ നോട്ട് കൊടുത്ത് റെഡി ആയി തന്നെ ഇരിക്കേണ്ടതാണ്. നമ്മുടെ 11ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. കൂടാതെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാ മടുപ്പ് വരിക? കുറച്ച് കൂടുതൽ സ്റ്റെപ്പ് കാണുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ചെയ്യേണ്ടാവും. 2-3 സ്റ്റെപ്പ് കഴിഞ്ഞു ഇനിയും ചെയ്യണോ, ഇനി എത്ര ചെയ്താലാണ് ഉത്തരം കിട്ടുക, ഇത്രയും വലിയ നമ്പറോ നെഗറ്റീവോ, ഇങ്ങനത്തെ ഒക്കെ ഒരു നെഗറ്റീവ് ചിന്താഗതി നിങ്ങളിലേക്ക് വരാൻ പാടില്ല. നെഗറ്റീവ് നമ്പർ കണ്ടാലും അവിടെ പോസിറ്റീവ് ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, 11ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ആദ്യ ക്വസ്റ്റ്യൻ അരിത്മെറ്റിക് സീക്വൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യത്തിൽ തന്ന കാര്യങ്ങൾ നമ്മൾ എഴുതാൻ പോവാണ്. The third term of arithmetic sequence is 16. അപ്പൊ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ തേർഡ് ടേം എന്ന് പറയുന്നത് 16 ആണ്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? And 21st term is 124. ഇതിന്റെ 21st term എന്ന് പറയുന്നത് എത്രയാണ്? 124 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി A ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് സീക്വൻസ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ പാഠം എടുക്കുമ്പോൾ പഠിച്ച കാര്യമാണ്, എല്ലാ ടീച്ചേഴ്സും പറയുന്ന കാര്യമാണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഏതെങ്കിലും 2 ടേമുകൾ തന്നിട്ട് അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? D ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്, പദങ്ങളുടെ വ്യത്യാസം, ബൈ പൊസിഷൻ ഡിഫറൻസ്, സ്ഥാനങ്ങളുടെ വ്യത്യാസം. അപ്പൊ ടേം ഡിഫറൻസ് പറഞ്ഞാൽ 124 മൈനസ് 16 എന്നാണ് വരിക. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 21 മൈനസ് 3 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 124 മൈനസ് 16 എന്ന് പറയുമ്പോൾ 108 എന്ന് കിട്ടും. ബൈ 21 മൈനസ് 3 എന്ന് പറയുമ്പോൾ 18 എന്ന് കിട്ടും. 18 കൊണ്ട് നമ്മൾ 108നെ ഡിവൈഡ് ചെയ്താൽ, അതൊക്കെ കുറച്ച് നിങ്ങൾ ടൈം എടുത്ത് ചെയ്യേണ്ട സംഗതികളാണ്. ഡിവൈഡ് ചെയ്യാൻ എത്രത്തോളം സ്പീഡുള്ള ആളുകളാണോ അതിനനുസരിച്ച് വേഗത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നു എന്നുള്ളതാണ്. 18 എത്രയും കൊണ്ട് ഇൻഡ് ചെയ്താൽ നമുക്ക് 108 കിട്ടും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് വരുന്നത് എത്രയാണ്? 6 എന്നാണ് കോമൺ ഡിഫറൻസ് വരുന്നത്. ദെൻ ബി ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് ബി ക്വസ്റ്റ്യൻ പറയുന്നത്? ബി ക്വസ്റ്റ്യനിലേക്ക് വരുന്നത് ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്. ഇവിടെ നമുക്ക് 3ാമത്തെ ടേം ആണ് തന്നിട്ടുള്ളത്. 1ാമത്തെ ടേമിന് അടുത്ത് നിൽക്കുന്നത് ആരാണ് നോക്കൂ. 21ാമത്തെ ടേം തന്നിട്ടുണ്ട്, പക്ഷെ 1ാമത്തെ ടേമിനോട് അടുത്ത് നിൽക്കുന്നത് ആരാണ്? 3ാമത്തെ ടേം. അപ്പൊ 1ാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേം ഈക്വൽ ടു, അതായത് 1ാമത്തെ ടേം 1ാം പദം ഈക്വൽ ടു 3ാമത്തെ ടേമിൽ നിന്ന് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ഒന്നുമല്ല. 3ാമത്തെ ടേമിൽ നിന്നും 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ബാക്കിലേക്ക് വന്ന 1ാമത്തെ ടേം എത്തും എന്ന കോമൺ സെൻസ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 3ാമത്തെ ടേം എന്താണ്? 16 മൈനസ് 2 ഇൻറ്റു ഡി. ഡി പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കണ്ടുപിടിച്ചത്? 6. അപ്പൊ ഈക്വൽ ടു 16 മൈനസ് 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, ദെൻ നമ്മുടെ സി സബ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 280 ഇൻ ദിസ് സീക്വൻസ്? ഈ സീക്വൻസിൽ എവിടെയോ 280 എന്ന നമ്പർ ഉണ്ട്.
ആ 280 എത്രാമത്തെ ടേം ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് അവിടെ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഈ സീക്വൻസിൽ ഇങ്ങനെ പോയി കഴിഞ്ഞു പറഞ്ഞാൽ 280 ലാസ്റ്റ് ടേം ആകണം, മൈനസ് ഫസ്റ്റ് ടേം അതിപ്പോ നമ്മൾ കണ്ടുപിടിച്ചു 4 ബൈ കോമൺ ഡിഫറൻസ് 6 പ്ലസ് 1 ഇത് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഈക്വൽ ടു 280 നിന്ന് 4 പോയാൽ 276 ബൈ 6 പ്ലസ് 1. ഇനി 276നെ നമ്മൾ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ 276 ഡിവൈഡഡ് ബൈ 6. അപ്പോ ഇവിടെ നമുക്ക് 4 24 3 36 അപ്പൊ 6 പ്രാവശ്യം അല്ലേ? അപ്പൊ നമ്മുടെ ഡിവിഷൻ കഴിഞ്ഞ് എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയത്? 46 എന്നാണ് കിട്ടിയത്. ദാറ്റ് ഈസ് 46 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 47. ഇവിടെ ഈ 4 മാർക്ക്, ഇതാണ് നമുക്ക് 4 മാർക്ക് കിട്ടുന്നത്. ഞാൻ ബോർഡിൽ എഴുതുമ്പോൾ വലുതാക്കി എഴുതുമ്പോൾ എത്രയാകണം? ഒരു ഹാഫ് പേജ് ഒക്കെ ഇത് എഴുതാനുള്ളൂ സത്യത്തിൽ. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് വരുമ്പോൾ നമുക്ക് ഒന്നാം എ സബ് ക്വസ്റ്റ്യൻ 1 മാർക്ക്, ബി സബ് ക്വസ്റ്റ്യൻ 1 മാർക്ക്, സി സബ് ക്വസ്റ്റ്യന് 2 മാർക്ക് എന്ന നിലയ്ക്കാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് കിട്ടണം എന്നുള്ള വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം എന്ന പാഠത്തിൽ നിന്നാണ്. 1 box contains 10 paper slips numbered 1 to 10. ഒന്നാമത്തെ ബോക്സിന്റെ ഉള്ളിൽ മക്കളെ 1 മുതൽ 10 വരെയുള്ള നമ്പർ ഉണ്ട്. മൊത്തം എത്ര നമ്പർ ഉണ്ട്? 10 നമ്പർ ഉണ്ട് അതിനുള്ളിൽ. ഓക്കെ, പിന്നെയോ രണ്ടാമത്തെ ബോക്സിനുള്ളിൽ 20 പേപ്പർ ഉണ്ട്. 1 മുതൽ 20 വരെ എഴുതിയ 1 മുതൽ 20 വരെ എഴുതിയ 20 പേപ്പർ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ 2 എണ്ണം തന്നാൽ അത് പെയറാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ പെയർ ആകുന്ന സമയത്ത് നമ്മൾ പ്ലസ് കൊണ്ടുള്ള കളിയില്ല, ഇൻഡു ഉള്ളൂ എന്ന് പ്രത്യേകം പഠിക്കുമ്പോൾ നമ്മൾ ചേർത്തി പഠിക്കേണ്ട വിഷയമാണ്. ദെൻ അപ്പൊ നമുക്ക് എ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ, ഇൻ ഹൗ മെനി ഡിഫറെന്റ് വേസ് ക്യാൻ വി ചൂസ് എ പെയർ ഓഫ് സ്ലിപ്പ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ്, ജോഡികളുടെ എണ്ണം, അങ്ങനെ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഇതിൽ മൊത്തം 10 എണ്ണം ഉണ്ട്. ഇൻഡു പ്ലസ് അല്ല, ഇതില് മൊത്തം എത്ര എണ്ണം ഉണ്ട്? അപ്പൊ രണ്ടും കൂടി ഇൻഡു ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 200 എന്ന ആൻസർ കിട്ടും. ബി ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് സെയിം? ഈ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുന്ന നമ്പറും രണ്ടാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുന്ന നമ്പറും സെയിം ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പൊ 200 നമ്പറുകളുണ്ട്. 200 നമ്പർ പറഞ്ഞാൽ എങ്ങനെയെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? 1 1 അപ്പുറത്തുനിന്ന് 2 1 അങ്ങനെ 1 20 വരെ വരും. അങ്ങനെ പിന്നെ 2 1 അങ്ങനെ 2 20 വരും. അങ്ങനെ മൊത്തം 200 പേരുകൾ ഇതിലുണ്ട്. വ്യത്യസ്തമായ രൂപത്തിൽ എടുക്കാൻ പറ്റും. അതിൽ എത്ര എണ്ണം രണ്ടും ഒരേപോലെ ആയിരിക്കും? രണ്ടും ഒരേപോലെ ആയിരിക്കും പറഞ്ഞാൽ എത്രയാണ്? 1 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 10. ഇവിടെ 10 വരെയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 10 വരെ എന്തേ ഉള്ളൂ. ഇവിടെ 20 വരെ ഉണ്ടായിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ 10 അപ്പൊ എത്ര പേരേ ഉള്ളൂ? നമുക്ക് മനസ്സിലാലോചിച്ചാൽ തന്നെ കിട്ടും. ഇത് എഴുതൊന്നും വേണ്ട, 10 പേരുകൾ മാത്രമേ 200 എണ്ണത്തിൽ രണ്ടും സെയിം ആവുന്നുള്ളൂ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ആർ സെയിം, ബോത്ത് നമ്പർ ആർ സെയിം, രണ്ട് സംഖ്യയും തുല്യമാകാനുള്ള സാധ്യത. മലയാളം ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, എഴുതണം. ബോത്ത് നമ്പർ ആർ സെയിം ഈക്വൽ ടു എത്രയാണ്? 10 എണ്ണമാണുള്ളത്. ടോട്ടൽ ബൈ 200 ദാറ്റ് ഈസ് ഈക്വൽ ടു ചെറുതായ 0 0 ക്യാൻസൽ ചെയ്ത് പോയ 1/20 എന്ന ആൻസർ. Then C question എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. What is the probability of getting one even number and one odd number? ഒന്നിന്ന് എടുക്കുന്നത് ഈവൻ നമ്പർ, ഒന്നിന്ന് എടുക്കുന്നത് ഓഡ് നമ്പർ ആവണം. തിരിച്ചു ആവാം. ആദ്യത്തേന്ന് ഓഡ് നമ്പർ, രണ്ടാമത്തേന്ന് ഈവൻ നമ്പർ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ വരാം. അപ്പൊ അങ്ങനെ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് 1 odd and 1 even, ഒന്ന് ഒറ്റ സംഖ്യയും ഒന്ന് ഇരട്ട സംഖ്യയും ആകാനുള്ള സാധ്യത എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് നോക്ക്. ഒന്നാമത്തെ ബോക്സിൽ ആദ്യം എത്ര ഓഡ് നമ്പർ ഉണ്ടാവും? 1 മുതൽ 10 വരെ 5 എണ്ണം ഉണ്ടാവും. 5 ഇൻറ്റു, ഇനി ഇവിടെ നിന്ന് ഓടാൻ കിട്ടണമെങ്കിൽ അവിടെ നിന്ന് ഈവൻ നമ്പർ കിട്ടണം. 1 മുതൽ 20 വരെ എത്ര ഈവൻ
നമ്പർ ഉണ്ടാവും? 10 ഉണ്ടാവും. പകുതി ഈവണും പകുതി ഓടും ആയിരിക്കുമല്ലോ. അപ്പൊ 5 × 10 പ്ലസ് കഴിഞ്ഞിട്ടില്ല. നോക്ക്, ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എടുത്തത് ഓടും, അവിടെ നിന്ന് ഈവൺ എടുത്തു. ഇനി നമ്മൾ തിരിച്ചെടുക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നിന്ന് ഈവൺ എടുക്കുക. ഇവിടെ നിന്ന് ഈവൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അതേപോലെ തന്നെ 5 ഉണ്ടാവും. ഇവിടെ നിന്ന് നമ്മൾ ഓർഡർ എടുക്കുക തിരിച്ച്. അപ്പൊ ഇവിടെ ഈവനാകുമ്പോ ഇവിടെ ഓർഡർ എടുക്കുമ്പോ എത്രയാവും? അവിടെ 10/200. 200 ഒരു വ്യത്യാസവും ഇല്ല. അത് ആദ്യം കണ്ടുപിടിക്കണത് തന്നെ. അപ്പൊ ഈക്വൽ ടു 5 × 10 50. വീണ്ടും 5 × 10 50. 50 കൂടി കൂട്ടി എത്രയായി? 100/200. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോ 1 മാർക്ക് 2 മാർക്ക് എന്ന നിലയ്ക്ക് നമുക്ക് എത്ര മാർക്ക് കിട്ടി? ഇവിടെ 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 13 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 10 added to the product. 10 ആഡ് ചെയ്യണം, 10 കൂട്ടണം. 10 added to the product of a natural number and the number 7 more than that. ഒരു നാച്ചുറൽ നമ്പർ. അപ്പൊ ഒരു നാച്ചുറൽ നമ്പർ പറഞ്ഞാൽ എന്താ നമ്മൾ എടുക്കുക? x എന്നാണ് നമ്മൾ എടുക്കുക. ഓക്കെ, ആ x എന്ന നാച്ചുറൽ നമ്പറും പിന്നെയോ അതിനോടൊപ്പം 7 കൂട്ടിയതും, അപ്പൊ x + 7. ഇവർ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനഫലം, അതായത് ഇൻഡു ചെയ്യണം എന്നാണ് അർത്ഥം. ഓക്കെ, അതിനോടൊപ്പം 10 കൂട്ടി. ഇനി ഞാൻ ആ സെന്റൻസ് കൊണ്ട് ഒന്നുകൂടി വായിക്കാം. 10 ആഡ് ചെയ്തിട്ടില്ലേ ടു ദ പ്രോഡക്റ്റ് ഓഫ്, ആരൊക്കെ തമ്മിൽ ഇൻഡു ചെയ്തതിന്റെ കൂടെ? എ നമ്പർ ആൻഡ് 7 മോർ ദാൻ ദാറ്റ്. ഒരു നമ്പറും അതിന്റെ കൂടെ 7 കൂട്ടിയിരുന്നു. അപ്പോൾ ഇൻഡു ചെയ്തതിന്റെ കൂടെ 10 കൂട്ടിയെന്ന്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റും. അതാണ് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ പരിശീലിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടിയെന്നാ പറയുന്നത്? 304. അങ്ങനെയാണെങ്കിൽ എന്താണ് എ ക്വസ്റ്റ്യൻ? ഇഫ് ദ ഫസ്റ്റ് നമ്പർ ഈസ് x, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? അപ്പൊ എ ക്വസ്റ്റ്യൻ ആൻസർ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ x + 7 ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്പർ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് x + 7 ആണ്. അതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നമുക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബി ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളത് സോൾവ് ചെയ്യണം. എക്സിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ x × x ചെയ്യുമ്പോൾ നമുക്ക് x² എന്ന് കിട്ടും, പ്ലസ് x × 7 ചെയ്യുമ്പോൾ 7x എന്ന് കിട്ടും, പ്ലസ് 10 = 304. ഇവിടെ x-ന് മുമ്പിൽ പിന്നെ ഓഡ് നമ്പറാണ്, ഒറ്റസംഖ്യയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് സ്ക്വയർ ചെയ്തുകൂടാന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് -2 + 1 - ന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ x² + 7x, 10 ഇവിടെ ഉണ്ട്, 304 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. -304 = 0. അങ്ങനെ = 0 ആകുമ്പോഴേ നമുക്ക് +or- ന്റെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ x² + 7x 10 - 304. വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തു. -294 = 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇവിടെ a ന്റെ വാല്യൂ എത്രയാണ്? a ന്റെ വാല്യൂ 1 ആണ്. b ന്റെ വാല്യൂ എത്രയാണ്? b ന്റെ വാല്യൂ 7 ആണ്. c ന്റെ വാല്യൂ എത്രയാണ്? c ന്റെ വാല്യൂ എന്ന് പറയുന്നത് -294 ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് അതിന്റെ b² - 4ac മാത്രം നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് സ്റ്റെപ്പ് കുറഞ്ഞു കിട്ടുമല്ലോ ഇവിടെ ചെയ്യും. b² - 4ac ന്റെ വാല്യൂ എന്താ വരിക? 7² - 4 × 1 × -294. ഈ മൈനസ് ഇട്ടില്ല പറഞ്ഞാൽ പോയിട്ടോ കാര്യം. മൈനസ് ഇട്ടാലാണ് ഈ മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആവുള്ളൂ. രണ്ടും കൂടി ആഡ് ചെയ്താലാണ് കറക്റ്റ് നമ്പർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ മൈനസ് ഇട്ടില്ല പറഞ്ഞാൽ തന്നെ തെറ്റി. അപ്പൊ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. = 49, 7² -4 × 1 4 തന്നെ, പിന്നെ മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആവുന്നത്. അപ്പൊ 4 × 294 × 4 ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമുക്ക് കിട്ടുക? 16, 36, 37, 8, 1176 എന്ന് കിട്ടും. 1176. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ നമുക്ക്. അപ്പൊ 9 6 കൂടി കൂട്ടിയാൽ 15, ബാക്കി 1 ഇതിന്റെ കൂടെ കൂട്ടി 4, 1 5, 5ഉം 7ഉം കൂടി കൂട്ടിയാൽ 12, ബാക്കി 1 ഇതിന്റെ കൂടെ കൂട്ടി 2, 1225. നോർമലായി നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ, ഞാൻ ജസ്റ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പൊ b² - 4ac ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 1225. അപ്പൊ നമുക്ക് നോക്കാം.
therefore x equal to minus b plus or minus root b square minus 4ac whole divided by 2a, that is equal to മൈനസ് ബി, ബിന്റെ വില 7 ആണ്. അപ്പൊ -7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇപ്പൊ കിട്ടിയ ഉത്തരം 1225. ഇതിന്റെ ഈ പ്ലസ് ഓർ മൈനസിന്റെ കൂടെ അത്രയും വലിച്ചു ചെയ്യേണ്ടതാണ് സൈഡിൽ ചെയ്തിരിക്കുന്നത്. ബൈ 2 into 1 എന്റെ വാല്യൂ. ഈ 1225 പറയുന്നത് എത്രന്റെ റൂട്ട് ആണെന്ന് കണ്ടുപിടിക്കാൻ കുറെ ആൾക്കാർക്ക് കിട്ടില്ല. അതിനുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 5ലാണ് അവസാനിക്കുന്നത് അല്ലേ, 5ലാണ് അവസാനിക്കുന്നത്. 5ന്റെ സ്ക്വയറുകൾ എല്ലാം 5ൽ അവസാനിക്കുന്നത്. 5ന്റെ സ്ക്വയർ 25 അല്ലെ, 15ന്റെ സ്ക്വയർ 225, 25ന്റെ സ്ക്വയർ 625. ഇനി 35ന്റെ സ്ക്വയർ എത്രയും നോക്കിക്കൊള്ളിക്കുന്നത്. 35 5 into 5 25, 2 15 plus 2 17, 3 into 5 15, 1 9 plus 1 10, 5 2 2 1 കണ്ടാ. അപ്പൊ 35ന്റെ സ്ക്വയർ ആണ് 1225. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു -7 പ്ലസ് ഓർ മൈനസ് 35 by 2 ഇങ്ങനെയാണ് വന്നത്. therefore അപ്പൊ പ്ലസ് മൈനസ് വേറെ എഴുതുന്നുണ്ട് നമുക്ക്. therefore x equal to -7 plus 35 by 2 or അല്ലെങ്കിൽ x equal to -7 minus 35 by 2. ഈക്വൽ ടു എത്ര വരിക? 35ന്ന് 7 പോയാൽ 28 by 2 എന്ന് പറയുമ്പോൾ 14 ഒരു ഉത്തരം. 35ൽ നിന്ന് 2 മൈനസുകൾ വരുമ്പോൾ എന്താ ചെയ്യാ? രണ്ടും കൂടി ആഡ് ചെയ്യുക, എന്നാൽ മൈനസ് ഇട്ട് കൊടുക്കുക. -42 by 2 that is equal to -21. ഓക്കെ, അപ്പൊ നമ്മുടെ x ന്റെ വാല്യൂ കിട്ടി. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ്? ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ടു നമ്പേഴ്സ്. ആ രണ്ട് നമ്പറുകൾ ഏതൊക്കെയാണ് കണ്ടുപിടിക്കണം. അപ്പൊ x എന്ന നമ്പർ 14 ആണെങ്കിൽ x plus 7 അടുത്ത നമ്പർ ഉണ്ടല്ലോ, ആ x plus 7 പറയുന്ന ആൾ ആരാണ്? 14ന്റെ ഒപ്പം 7 കൂട്ടിയാൽ 21. 14 21 ഒരു ഉത്തരം. വേറെ ഉത്തരം എത്രയാണ്? x plus 7 എന്ന് പറഞ്ഞാൽ -21 plus 7 ആണ്. -21 plus 7 പറഞ്ഞാൽ -14 ആണ്. അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ 14 21 അല്ലെങ്കിൽ -21 -14. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ഇത് കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ് അല്ലേ. നോക്കി 254 ഒക്കെ വരുമ്പോ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അധികം ഒന്നും വലിയ നമ്പറുകൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ തന്നെ നമ്മൾ മനസ്സ് വിടാൻ പാടില്ല, കോൺഫിഡന്റ് ആയിട്ട് ചെയ്യണം. ആ രൂപത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റുക. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ച് വേണമെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ആയി ഒന്നുകൂടി കണ്ട് ക്ലിയർ ചെയ്ത ശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതല്ലെങ്കിൽ ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് പോകാം. മക്കളെ നമുക്ക് നോക്കാം 15ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടുള്ളതാണ്. കോർഡിനേറ്റ്സിലെ ഡിസ്റ്റൻസ് ഫോർമുല √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഇക്വേഷൻ ആണല്ലോ. അപ്പൊ എ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -1 to ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കൂ. ഓക്കെ, 5 10 ഇവർ രണ്ടാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ പോയിന്റിന് x1 y1 എന്ന് കൊടുക്കുന്നു, രണ്ടാമത്തെ പോയിന്റിന് x2 y2 എന്ന് കൊടുക്കുന്നു. then distance equal to അകലം, ഡിസ്റ്റൻസ് ഈക്വൽ ടു √() ഇക്വേഷൻ നിർബന്ധമായി എഴുതണം. പലരുടെയും നമ്പർ എഴുതിയതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ഇക്വേഷന്റെ അരമാർക്ക് കിട്ടും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇക്വേഷൻ നിങ്ങൾ ഓവർ കോൺഫിഡൻസ് കാണിക്കാൻ പാടില്ല. ഇക്വേഷൻ നിർബന്ധം എഴുതണം. x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ that is equal to √(x2 - x1). ഇവിടെ കുറെ പേർക്ക് മിസ്റ്റേക്ക് പറ്റും. x2 പറഞ്ഞാൽ 5 ആണ്, മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്. x1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ വീണ്ടും ഒരു മൈനസ് വരും. അപ്പൊ ഇത് പ്ലസ് ആവും. ഹോൾ സ്ക്വയർ കുറെ പേരുടെ അവിടെ മൈനസ് തന്നെ ആയിരിക്കും. നിങ്ങൾ ആ പേപ്പർ വാങ്ങിച്ച് നോക്കി അപ്പൊ മനസ്സിലാവും. ഓക്കെ, then y2 - y1 that is 10 - 2 whole square equal to √(6 square plus 8 square equal to √(6ന്റെ സ്ക്വയർ 36, 8ന്റെ സ്ക്വയർ 64. അപ്പൊ രണ്ടോട് കൂട്ടിയ 100 that is equal to 10. √100 പറഞ്ഞാൽ 10. ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ബി ക്വസ്റ്റ്യൻ എന്താ? ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് prove that the line, prove that the line joining these points passes through the point
1118. ഇതേ ഈ പോയിന്റ് 1118 പോകുന്നുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനാദ്യം ചെയ്യേണ്ടത് ഒരു പോയിന്റ് ഒരു ലൈനിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് ഒരേപോലെ ആയിരിക്കും. എങ്ങനെ? നോക്കിക്കോ, ഇവർ രണ്ടാളും ഒരേ ഇവിടെ മുതൽ ഇതുവരെ. ഓക്കെ, -1 2, പിന്നെയോ 5 10. ഇതേ ലൈനിലുള്ള പോയിന്റ് ആണ് 1118. അതല്ലേ പറഞ്ഞിരിക്കുന്നത്? 1118 അതാണ്. എങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇതുവരെ എത്രയാണ് സ്ലോപ്പിന് നമ്മൾ സ്മോൾ ലെറ്റർ ചെയ്യാം, ചെരുവിന് സ്മോൾ ലെറ്റർ ചെയ്യാൻ കൊടുക്കുക. ആദ്യം ഇതിന്റെ ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇതിന്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള വീണ്ടും സ്ലോപ്പ് കണ്ടുപിടിക്കണം. അത് രണ്ടും സെയിം ആണെങ്കിലാണ് ആ പോയിന്റ് ആ ലൈനിൽ തന്നെയാണ് എന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. വേറെ വഴികളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ആദ്യം ഇവര് രണ്ടാളും നമ്മുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പോ സ്ലോപ്പ് ഈക്വൽ ടു എന്താണ് ഇവിടെ സ്ലോപ്പ്? y2 മൈനസ് y1 10 മൈനസ് 2 ബൈ x2 മൈനസ് x1 5 മൈനസ് -1. അപ്പൊ 10 മൈനസ് 2 പറയുമ്പോ 8. 5 മൈനസ് -1 പറയുമ്പോ 5 പ്ലസ് 1 ആയി 5 പ്ലസ് 1 ആവും, ദാറ്റ് ഈസ് 6. അപ്പൊ 4/3 എന്നാവും ചെറുതാവും. ഇനി നമുക്ക് എന്താ കേട്ടോ ഇതിൽ ഏതെങ്കിലും പോയിന്റ് എടുക്കാം. 5 മൈനസ് ഇല്ലാത്ത എടുക്കാം, കൺഫ്യൂഷൻ വേണ്ട, മൈനസ് ഇല്ലാത്ത എടുക്കാം. 5 10 പിന്നെയോ 1118 ഈ പോയിന്റ്. ഇതിന്റെ സ്ലോപ്പ് വേണം y2 മൈനസ് y1. വേണമെങ്കിൽ നിങ്ങൾ എഴുതാട്ടാ, തെറ്റി പോകുന്നുണ്ടെങ്കിൽ x1 ഇതേപോലെ എഴുതിയിട്ട് എഴുതിയാൽ മതി. 18 മൈനസ് 10 ബൈ 11 മൈനസ് 5. 18 10 പോയാൽ 8, 11 5 പോയാൽ 6. നോക്ക് ഒരേ ഉത്തരം വരുന്നുണ്ട, 4/3. അപ്പൊ എന്ത് എഴുതണം? their slopes are same എഴുതണ്ട, അവസാനം കഴിഞ്ഞിട്ട് their slopes are same, therefore 1118 is also a point of this line. ഇവിടെ എന്താണ്? ചെരിവുകൾ തുല്യമായതുകൊണ്ട് 11 18 എന്ന ബിന്ദുവും ഈ വരയിൽ തന്നെയാണ് എന്ന അവസാന സെന്റൻസ് എഴുതുക കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് സത്യം പറഞ്ഞാൽ ഇതിന് 2 മാർക്കായിരിക്കും കൊടുക്കുക. ഓക്കെ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സാധാരണ ഒറ്റ മാർക്കിനൊക്കെ ചോദിക്കരുള്ളൂ. അങ്ങനെ ഒരു മാർക്കത്തിന് കൊടുക്കുകയാണെങ്കിൽ ഇതിന് 3 മാർക്ക്. 2 സ്ലോപ്പ് കണ്ടുപിടിക്കണം, ആ പോയിന്റ് കൊടുക്കണം. അതിന് ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, സ്ലോപ്പ് കണ്ടുപിടിക്കുക. എല്ലാവർക്കും എത്ര ലോ ഉള്ള ആളുകൾക്കും പഠിക്കാൻ പറ്റിയ സാധനമാണ് ഡിസ്റ്റൻസും സ്ലോപ്പും. അപ്പൊ 15ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ഷൻ ആണ്. കൺസ്ട്രക്ഷൻ എല്ലാവർക്കും വളരെ താല്പര്യമുള്ള സാധനമാണ്. ഓക്കെ, മാത്രമല്ല ഇത് ടാൻജന്റിന് വരയ്ക്കാനും കൂടിയാണ്. ടാൻജന്റ് വരയ്ക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം. മാത്രമല്ല ഈ ക്വസ്റ്റ്യൻ 3 മാർക്കിന് സാധാരണയായിട്ട് ടാൻജന്റ് വരയ്ക്കാൻ ചോദിക്കാറുള്ളതാണ്. പക്ഷെ ഇവിടെ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്നറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റഫായിട്ട് വരയ്ക്കണുള്ളൂ. അതിന്റെ കറക്റ്റ് അളവിൽ പെൻസിൽ കൊണ്ട് തന്നെ നിങ്ങൾ വരയ്ക്കണം. അപ്പൊ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. അപ്പൊ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ നമ്മൾ ആദ്യം വരയ്ക്കുന്നു. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ മാർക്ക് എ പോയിന്റ് 7.5 സെന്റിമീറ്റർ അവേ ഫ്രം ദ സെന്റർ. സെന്ററിൽ നിന്നും 7.5 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഓക്കെ, എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് ടാൻജന്റ് വരയ്ക്കണം, തൊടുവരകൾ വരയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യും. എന്നിട്ട് ഇതിന്റെ പകുതിയിൽ കൂടുതൽ ദൂരം എടുത്തിട്ട് മേലേക്കും താഴേക്കും മാർക്ക് കട്ട് ചെയ്യും. ഇവിടെ നിന്ന് മേലേക്കും താഴേക്കും മാർക്ക് കട്ട് ചെയ്യും. 2 അവിടെ കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. എന്നിട്ട് ഇതിന്റെ സെന്ററിലൂടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഒരു ലൈന് വരും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ദെൻ അതിനുശേഷം നമ്മൾ ഇതിന്റെ ഈ രണ്ട് ലൈനിന്റെ സെന്റർ ആയിരിക്കും അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഞാനൊരു സർക്കിൾ ഫോം ചെയ്യും. എന്നിട്ട് ഈ 2 സർക്കിളും കൂട്ടിമുട്ടുന്ന പോയിന്റുകളിലേക്ക് ഈ പോയിന്റിൽ നിന്നും എന്ത് ചെയ്യും? കൃത്യമായി സ്കെയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ അളവ് എഴുതണം കേട്ടോ. ഇവിടെ എന്താണ്? ഇത് 3.5 സെന്റിമീറ്റർ ആണ്. ഇത് മൊത്തം എന്താണ്? 3.5 സെന്റിമീറ്ററിന്റെ റേഡിയസ് ആണ്. അതേപോലെ തന്നെ ഇവിടെ മൊത്തം 3 ആണ് അല്ലെ? 3 സെന്റിമീറ്റർ റേഡിയസ് ആണ്. ഇത് മൊത്തം എത്രയാണ്? ഇത് മൊത്തം 7 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെ അളവുകൾ കൂടി നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ നല്ലതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ ടാൻജന്റിന്റെ അളവൊക്കെ അളന്ന് എഴുതാൻ പറഞ്ഞാൽ മാത്രം എന്ത് ചെയ്താൽ മതി? അളന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് വരയ്ക്കാൻ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത്ര മാത്രം മതി. ഇനി നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മുടെ ടാൻജന്റ് നിന്ന് തന്നെ ചോദ്യമാണ്. പക്ഷെ വരയ്ക്കാനല്ല, അത് ഒരു പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനും കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്.
ടെക്സ്റ്റ് ബുക്കിലൊന്നും കാണാത്ത ഒരു അൺഫെമിലിയർ ആയ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് ഞാൻ വരച്ചിട്ട് എത്ര വരച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അങ്ങനെ വരച്ചു വെച്ചിരിക്കുകയാണ്. എ ലാഡർ ലീൻസ് അഗെയിൻസ്റ്റ് എ വാൾ. ഒരു വാൾ ഇങ്ങനെ ഒരു ലാഡർ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. ഇതാണ് ലാഡർ. ചാരി വെച്ചിരിക്കുന്ന സാധാരണ ലാഡർ നിൽക്കണമല്ല. ഓക്കെ, അപ്പൊ ലാഡർ വെച്ചിട്ടുണ്ട്, ഒരു ഏണി ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. എന്നിട്ടോ ഇറ്റ് ഈസ് 3 മീറ്റർ അവേ ഫ്രം ദ വാൾ. അപ്പൊ നമുക്ക് ഇത് വാളിൽ നിന്ന് 3 മീറ്റർ അവേ ആണ് ഇതിന്റെ ഗ്രൗണ്ട് നിൽക്കുന്നത്. 3 മീറ്റർ ആണ് ഇവിടെ വരുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് തന്നെ നമുക്കൊരു പണിയുണ്ട്. അതാണ് ഞാൻ ഇങ്ങനത്തെ വരച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു സാധനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ ഓർമ്മ വരുന്നുണ്ടാവും. 30, 60, 90 നമ്മൾ എത്രാമത്തെ കാര്യം നോക്കും 30, 60, 90 ചെയ്യണത് അല്ലെ? വീണ്ടും വീണ്ടും വരുന്നു ഈ സംഭവം. അപ്പോ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ലാഡർ. ലാഡറിന്റെ ലെങ്ത് ആദ്യം ഈ ട്രയാങ്കിൾ ഉപയോഗിച്ചത് ഈ ലാഡർ എത്ര നീളം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. കാരണം ലാഡറിനെ പിന്നെ എങ്ങനെ വെച്ചാലും ലാഡറിന്റെ നീളം മാറുന്നില്ല. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ, ആദ്യം എ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി 1:√3:2. ഇവിടെ നമ്മുടെ 30 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ആര് വരുന്നത്? 3 വരുന്നത്. അപ്പോ ഇവിടെ നമ്മൾ 3√3 6 3 ഡബിൾ എന്നുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യം എന്താണ്? ലാഡറിന്റെ നീളമാണ്. ലാഡറിന്റെ നീളം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഏത് ആംഗിളിന്റെ എതിരെയാണ് ലാഡർ വരുന്നത്? 30ന്റെ ഓപ്പോസിറ്റ് വരുന്നത് ആ ഗ്രൗണ്ടിന്റെ നീളമാണ്. 60ന്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ് നോക്ക് നിങ്ങള്? കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, അതായത് അത് ചുമരാണ്, വാളാണ്. അതേ സ്ഥാനത്ത് 90 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആളാണ് ആര്? നമ്മുടെ ലാഡർ എന്ന് പറയുന്നത്. അപ്പൊ 90 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് എത്ര വരുന്നത്? 6. അപ്പൊ therefore length of ladder equal to 6 meter. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്ക്. The foot of ladder is pulled to make 30 degree. നോക്ക്, ഇതിന്റെ ടോപ്പിനെ ഇങ്ങനെ ഇറക്കി എന്നിട്ട് ഇവിടെ നിന്നാക്കി, ഉള്ളത്തൊക്കെ വായിക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കി, അങ്ങനെ അവർ വരച്ചിരിക്കുന്നത് ഇങ്ങനെ ആക്കി. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു 30 ഡിഗ്രി ഉണ്ടായി അവിടെ ഈ 60 ഡിഗ്രിക്ക് പകരം ഇവിടെ താഴെ. ഇവിടെ 30 ആണെങ്കിൽ ഈ 90ക്ക് വല്ല വ്യത്യാസം വരില്ല. ചുമ ചെയ്യണമെന്നില്ലല്ലോ, അവിടെ 90 തന്നെ. അപ്പോ ഇവിടെ 60 ഡിഗ്രിയാണ്. അപ്പൊ നോക്കിക്കോ, ലാഡറിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞു 6 ആണെന്ന്. ലാഡർ ഇങ്ങനെ ഇരിക്കുമ്പോഴും ലാഡർ കുറച്ചും കൂടി ചെരിച്ചു വെച്ചാലും ലാഡറിന്റെ നീളത്തിൽ എന്ത് ചെയ്യില്ല, മാറ്റം വരുന്നില്ല. ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ കണക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഡോട്ടഡ് ലൈനിന്റെ, അതായത് ആ ലാഡറിന്റെ ലെങ്ത് 6 ആണ്. അപ്പൊ 90 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് 6 ആണ്. അപ്പൊ വീണ്ടും എഴുതുക 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി 1:√3:2. 90 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് ഉള്ള ലാഡർ സെയിം സാധനം തന്നെ. 90 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് 6. അപ്പൊ 60 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് 30 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് 3. ഇവിടെ 3√3 എന്ന് വരും. നമുക്കിപ്പോ എന്താണ് ആവശ്യം? എന്താ ഇപ്പൊ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഹൗ ഹൈ. അപ്പൊ എത്ര ഹൈറ്റ് ഉണ്ട്? ഇപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടേക്ക് എത്ര ഹൈറ്റ് ഉണ്ട് എന്നാണ് ചോദ്യം. അതായത് ഈ 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി നേരത്തെ തന്നെയാണ്. 30 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അതാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേറെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് എത്രയെന്നാണ് ചോദ്യം. ഇത് 6 ആണ്. ഓക്കെ, അപ്പോ എത്ര വരിക? 30 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് 3 ആണ്. therefore height equal to 3 meter. ഓക്കെ, 2 മാർക്ക് പ്ലസ് 2 മാർക്ക്. എളുപ്പമുള്ള ചോദ്യമാണ് കേട്ടോ. ആ ലാഡറിന്റെ സംഗതിയൊക്കെ കാണുമ്പോൾ കൂടി കൺഫ്യൂഷൻ ആയിട്ട് കിട്ടാതെ പോയിരിക്കാനേ സാധ്യതയുള്ളൂ. നിങ്ങൾക്ക് പഠിച്ച കാര്യമായിരിക്കും, അറിയേണ്ട കാര്യമായിരിക്കും. ഇതൊക്കെ വളരെ സിമ്പിൾ ആയ കോൺസെപ്റ്റുകളാണ്. ഓക്കെ, മനസ്സിലാക്കുക. ദെൻ നമ്മൾ ഇനി 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. മക്കളൊക്കെ നമുക്ക് നോക്കാം 15ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടുള്ളതാണ്. കോർഡിനേറ്റ്സിലെ ഡിസ്റ്റൻസ് ഫോർമുല √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഇക്വേഷൻ ആണല്ലോ. അപ്പൊ എ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -1 to ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കൂ. ഓക്കെ, 5, 10 ഇവർ രണ്ടാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ പോയിന്റിന് x1 y1 എന്ന് കൊടുക്കുന്നു, രണ്ടാമത്തെ പോയിന്റിന് x2 y2 എന്ന് കൊടുക്കുന്നു. then distance equal to അകലം, ഡിസ്റ്റൻസ് ഈക്വൽ ടു √. ഇക്വേഷൻ നിർബന്ധമായി എഴുതണം. പലരുടെയും നമ്പർ എഴുതിയതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ഇക്വേഷന്റെ അരമാർക്ക് കിട്ടും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇക്വേഷൻ നിങ്ങൾ ഓവർ കോൺഫിഡൻസ് കാണിക്കാൻ പാടില്ല. ഇക്വേഷൻ നിർബന്ധം എഴുതണം. x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ.
that is equal to root of x2 minus x1. ഇവിടെ കുറെ പേർക്ക് മിസ്റ്റേക്ക് പറ്റും. x2 പറഞ്ഞാൽ 5 ആണ്, മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്. x1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ വീണ്ടും ഒരു മൈനസ് വരും. അപ്പൊ ഇത് പ്ലസ് ആവും, ഹോൾ സ്ക്വയർ. കുറെ പേരുടെ അവിടെ മൈനസ് തന്നെ ആയിരിക്കും. നിങ്ങൾ ആ പേപ്പർ വാങ്ങിച്ച് നോക്കി അപ്പൊ മനസ്സിലാവും. ഓക്കെ, then y2 minus y1, that is 10 minus 2 whole square equal to root of 6 square plus 8 square equal to root of 6 ന്റെ സ്ക്വയർ 36, 8 ന്റെ സ്ക്വയർ 64. അപ്പോൾ രണ്ടുകൂടി കൂട്ടിയ 100, that is equal to 10. റൂട്ട് 100 പറഞ്ഞാൽ 10. ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ബി ക്വസ്റ്റ്യൻ എന്താ? ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ദ ലൈൻ, അയ്യോ prove that the line joining these points passes through the point 11, 18. ഇതേ ഈ പോയിന്റ് 11, 18 പോകുന്നുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനാദ്യം ചെയ്യേണ്ടത് ഒരു പോയിന്റ് ഒരു ലൈനിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് ഒരേപോലെ ആയിരിക്കും. എങ്ങനെ? നോക്കിക്കോ, ഇവർ രണ്ടാളും ഒരേ ഇവിടെ മുതൽ ഇതുവരെ. ഓക്കെ, -1, 2. പിന്നെയോ 5, 8, 10. ഇതേ ലൈനിലുള്ള പോയിന്റ് ആണ് 11, 18. അതല്ലേ പറഞ്ഞിരിക്കുന്നത്? 11, 18 അതാണ്. എങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇതുവരെ എത്രയാണ് സ്ലോപ്പിന് നമ്മൾ സ്മോൾ ലെറ്റർ ചെയ്യാം, ചെരുവിന് സ്മോൾ ലെറ്റർ എമൗണ്ട് കൊടുക്കാം. ആദ്യം ഇതിന്റെ ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇതിന്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള വീണ്ടും സ്ലോപ്പ് കണ്ടുപിടിക്കണം. അത് രണ്ടും സെയിം ആണെങ്കിലാണ് ആ പോയിന്റ് ആ ലൈനിൽ തന്നെയാണ് എന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. വേറെ വഴികളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ആദ്യം ഇവര് രണ്ടാളും നമ്മുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോ സ്ലോപ്പ് ഈക്വൽ ടു എന്താണ് ഇവിടെ സ്ലോപ്പ്? y2 minus y1, 10 minus 2 by x2 minus x1, 5 minus -1. അപ്പൊ 10 minus 2 പറയുമ്പോ 8. 5 minus -1 പറയുമ്പോ 5 plus 1 ആയി 5 plus 1 ആവും, that is 6. 4/3 എന്നാണ് വെച്ചത്. ഇനി നമുക്ക് എന്താ ഇതിൽ ഏതെങ്കിലും പോയിന്റ് എടുക്കാം. 5 മൈനസ് ഇല്ലാത്ത എടുക്കാം, കൺഫ്യൂഷൻ വേണ്ട, മൈനസ് ഇല്ലാത്ത എടുക്കാം. 5, 10. പിന്നെയോ 11, 18 ഈ പോയിന്റ്. ഇതിന്റെ സ്ലോപ്പ് വേണം y2 minus y1. വേണമെങ്കിൽ നിങ്ങൾ എഴുതാട്ടാ, തെറ്റി പോകുന്നുണ്ടെങ്കിൽ x1 ഇതേപോലെ എഴുതിയാൽ മതി. 18 minus 10 by 11 minus 5. 18 10 പോയാൽ 8, 11 5 പോയാൽ 6. നോക്ക് ഒരേ ഉത്തരം വരുന്നുണ്ട, 4/3. അപ്പൊ എന്തെഴുതണം? their slopes are same എഴുതണ്ട, അവസാനം കഴിഞ്ഞിട്ട് their slopes are same, therefore 11, 18 is also a point of this line. ഇവിടെ എന്താണ്? ചെരിവുകൾ തുല്യമായതുകൊണ്ട് 11, 18 എന്ന ബിന്ദുവും ഈ വരയിൽ തന്നെയാണ് എന്ന് അവസാന സെന്റൻസ് എഴുതുക കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് സത്യം പറഞ്ഞാൽ ഇതിന് 2 മാർക്കായിരിക്കും കൊടുക്കുക. ഓക്കെ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സാധാരണ ഒറ്റ മാർക്കിനൊക്കെ ചോദിക്കരുത്. അങ്ങനെ ഒരു മാർക്ക് ഇതിന് കൊടുക്കുകയാണെങ്കിൽ ഇതിന് 3 മാർക്ക്. 2 സ്ലോപ്പ് കണ്ടുപിടിക്കണം, ആ പോയിന്റ് കൊടുക്കണം. അതിന് ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, സ്ലോപ്പ് കണ്ടുപിടിക്കുക. എല്ലാവർക്കും എത്ര ലോ ഉള്ള ആളുകൾക്കും പഠിക്കാൻ പറ്റിയ സാധനമാണ് ഡിസ്റ്റൻസും സ്ലോപ്പും. അപ്പൊ 15ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യൻ കഴിയും. 16ാമത്തെ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ഷൻ ആണ്. കൺസ്ട്രക്ഷൻ എല്ലാവർക്കും വളരെ താല്പര്യമുള്ള സാധനമാണ്. ഓക്കെ, മാത്രമല്ല ഇത് ടാൻജന്റ് വരയ്ക്കാനും കൂടിയാണ്. ടാൻജന്റ് വരയ്ക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം. മാത്രമല്ല ഈ ക്വസ്റ്റ്യൻ 3 മാർക്കിന് സാധാരണയായിട്ട് ടാൻജന്റ് വരയ്ക്കാൻ ചോദിക്കാറുള്ളതാണ്. പക്ഷെ ഇവിടെ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്നറിയില്ല. ഓക്കെ, അപ്പോ നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റഫായിട്ട് വരയ്ക്കണുള്ളൂ. അതിന്റെ കറക്റ്റ് അളവിൽ പെൻസിൽ കൊണ്ട് തന്നെ നിങ്ങൾ വരയ്ക്കണം. അപ്പൊ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. അപ്പൊ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ നമ്മൾ ആദ്യം വരയ്ക്കുന്നു. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ മാർക്ക് എ പോയിന്റ് 7.5 സെന്റിമീറ്റർ അവേ ഫ്രം ദ സെന്റർ. സെന്ററിൽ നിന്നും 7.5 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഓക്കെ, എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് ടാൻജന്റ് വരയ്ക്കണം, തൊടുവരകൾ വരയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യും. എന്നിട്ട് ഇതിനെ പകുതിയിൽ കൂടുതൽ ദൂരം എടുത്തിട്ട് മേലേക്കും താഴേക്കും മാർക്ക് കട്ട് ചെയ്യും. ഇവിടെ നിന്ന് മേലേക്കും താഴേക്കും മാർക്ക് കട്ട് ചെയ്യും. 2 അവിടെ കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. എന്നിട്ട് ഇതിന്റെ സെന്ററിലൂടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഒരു ലൈന് വരും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ദെൻ അതിനുശേഷം നമ്മൾ ഇതിന്റെ ഈ രണ്ട് ലൈനിന്റെ സെന്റർ ആയിരിക്കും അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഞാനൊരു സർക്കിൾ ഫോം ചെയ്യും. എന്നിട്ട് ഈ 2 സർക്കിളും കൂട്ടിമുട്ടുന്ന പോയിന്റുകളിലേക്ക് ഈ പോയിന്റിൽ നിന്നും എന്ത് ചെയ്യും?
കൃത്യമായി സ്കെയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ അളവ് എഴുതണം കേട്ടോ. ഇവിടെ എന്താണ്? ഇത് 3.5 സെന്റിമീറ്റർ ആണ്. ഇത് മൊത്തം എന്താണ്? 3.5 സെന്റിമീറ്ററിന്റെ റേഡിയസ് ആണ്. അതേപോലെ തന്നെ ഇവിടെ മൊത്തം 3 ആണ് അല്ലേ? 3 സെന്റിമീറ്റർ റേഡിയസ് ആണ്. ഇത് മൊത്തം എത്രയാണ്? ഇത് മൊത്തം 7 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെ അളവുകൾ കൂടി നിങ്ങൾ എഴുതി വെച്ചാൽ നല്ലതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ ടാൻജന്റിന്റെ അളവൊക്കെ അളന്ന് എഴുതാൻ പറഞ്ഞാൽ മാത്രം എന്ത് ചെയ്താൽ മതി? അളന്നെഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് വരയ്ക്കാൻ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത്ര മാത്രം മതി. ഇനി നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മുടെ ടാൻജന്റ് നിന്ന് തന്നെ ചോദ്യമാണ്, പക്ഷെ വരയ്ക്കാനല്ല. അത് ഒരു പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനും കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റ് ബുക്കിലൊന്നും കാണാത്ത ഒരു അൺഫെമിലിയർ ആയ രൂപത്തിലുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. 17th ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാ തന്നിട്ടുള്ളത് നോക്കാം. The in circle of triangle, ഒരു ട്രയാങ്കിൾ ഉള്ളിൽ ഒരു സർക്കിൾ, in circle of a triangle touches the side PQR. സർക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്? PAQR, ഈ 3 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. The perimeter of triangle is 24. ട്രയാങ്കിളിലെ എല്ലാ സൈഡും കൂടി 3 സൈഡും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 24 കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ A മുതൽ B വരെയുള്ള മൊത്തം ലെങ്ത് എത്രയാണ്? 7 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AP plus BQ plus CR equal to 12. അപ്പൊ പ്രൂവ് ചെയ്യാനുള്ള ഇങ്ങനത്തെ ചോദ്യങ്ങൾ ആദ്യം ചെയ്യേണ്ട ഐഡിയ എന്താണെന്ന് വെച്ചാൽ A ക്വസ്റ്റ്യൻ എഴുതാം. We want to prove that എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട സാധനം എഴുതി വയ്ക്കുക. തുടക്കം അങ്ങനെയാണ് അതിന്റെ. ഓക്കെ, എന്താണ്? AP plus BQ plus CR equal to 12. ഇതാണ് നമുക്ക് ഫൈനൽ ആയിട്ട് ഇതിന്റെ ഉത്തരം കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക. ഇത് എനിക്ക് തോന്നുന്നു മിക്കവാറും വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യാത്ത ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് വേറെ ഓപ്ഷൻസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം അത് എങ്ങനെ വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോ AP plus BQ plus CR equal to 12 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ആകെ എന്താണ്? ഈ സൈഡ് 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഒരുപാട് കുട്ടികൾ ചിന്തിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A മുതൽ B വരെ 7 ആണ്. അപ്പൊ ഏറെക്കുറെ പകുതി ആയിരിക്കും. അപ്പൊ എന്നാ ഇവിടെ ഒരു 3.5, ഇവിടെ ഒരു 3.5 എന്ന രീതിയിൽ നിങ്ങൾ ഭാഗിക്കാൻ പാടില്ല. ഓക്കെ, എങ്ങനെയാണത് ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സർക്കിളിന്റെ പുറമെ ഏതൊരു പോയിന്റിൽ നിന്നും ഫ്രം ദ ഔട്ട്സൈഡ് ഓഫ് എ സർക്കിൾ ആ പോയിന്റിൽ നിന്ന് നമ്മൾ 2 ടാൻജന്റുകൾ വരച്ചാൽ 2 ടാൻജന്റിന്റെ ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് A എന്ന പോയിന്റിൽ നിന്നാണ് നമ്മൾ നോക്കേണ്ടത്. A എന്ന പോയിന്റിൽ നിന്നും Pയിലേക്ക് A മുതൽ P വരെയുള്ള ദൂരവും A മുതൽ R വരെയുള്ള ദൂരവും സെയിം ആയിരിക്കും. B മുതൽ P വരെയുള്ള ദൂരവും B മുതൽ Q വരെയുള്ള ദൂരവും ഈക്വൽ ആയിരിക്കും. CR ഈക്വൽ ടു CQ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കി വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? മൊത്തത്തിൽ എഴുതാൻ പോണ് കേട്ടോ. നോക്കിക്കോ, AP ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, റൗണ്ട് ആയിട്ട് വരണം. AP പ്ലസ് AP കഴിഞ്ഞാൽ പിന്നെ ആരാണ്? PB പ്ലസ് ഇനി അടുത്താരാണ്? BQ പ്ലസ് അടുത്താരാണ്? CQ പ്ലസ് അടുത്താരാണ്? CR പ്ലസ് അടുത്താരാണ്? AR. അപ്പൊ നമുക്ക് നമ്മുടെ 3 സൈഡ് ഉള്ളത് അതിൽ 1, 2, 3, 4, 5, 6 വന്നിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 24 ആണ് കിട്ടുക നമ്മുടെ പെരിമീറ്റർ. പെരിമീറ്റർ അതാണല്ലോ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള സാധനം മാത്രം സെലക്ട് ചെയ്യണം. ആരാണ്? AP ഇവിടെ ഉണ്ട്. ഇനി APക്ക് ഈക്വൽ ആയ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടാ? AR ഇതിലില്ല. അപ്പൊ AR എന്നുള്ളത് ഞാനൊരു അണ്ടർലൈൻ വന്നിട്ടുണ്ട്. ഈ APയുടെ നീളവും ARന്റെ നീളവും ഈക്വൽ ആണോ? അതുകൊണ്ട് ഞാൻ ഇവിടെ APക്ക് പകരം AP എന്ന് തന്നെ എഴുതുകയും ARന് പകരം AP എന്ന് എഴുതുകയും ചെയ്യും. എന്താ കാരണം? ഇത് എത്ര സെന്റിമീറ്റർ ആണോ അത് തന്നെയാണ് ഇവിടെ. അപ്പൊ പേര് അങ്ങോട്ട് മാറ്റി എഴുതുന്ന ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആവശ്യമുള്ളത് മാത്രം എഴുതുക എന്നുള്ളതാണ് അതിന്റെ ട്രിക്ക്. പ്ലസ് ഇനി അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് BQ ആണ് കേട്ടോ. BQ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? BQ എഴുതി. BQ എഴുതി. പിന്നെ ഇവിടെ ആവശ്യമുള്ള ആരാണ്? CR ആണ്. അപ്പൊ ആ CR നെ എഴുതി. എഴുതാത്തത് ആരൊക്കെയാണ്? CQ. ഇനി CQ ലേക്ക് നോക്കി നിങ്ങള്. CQ എന്ന് പറയുന്നത് CR ന് ഈക്വൽ ആണ്. അപ്പൊ ഞാനിവിടെ CQ ന് പകരം CR എഴുതി. ആവശ്യമുള്ളത് എഴുതുക.
പിന്നെയോ ഇനി എഴുതാനുള്ളത് പി ബി ആണ്. പി മുതൽ ബി വരെയുള്ള ദൂരവും ബി മുതൽ ക്യൂ വരെയുള്ള ദൂരവും സെയിം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ബി ക്യൂ. ഇവിടെ എല്ലാം ഈ രണ്ടെണ്ണം വന്നിട്ടുണ്ടാവും. നമുക്ക് 2AP 2PQ 2CR ഈക്വൽ ടു 24. അപ്പൊ ഇതിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് 2 വരും. ആ 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ AP ഇനി 2 പ്രാവശ്യം എഴുതണ്ട. 2 കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം എഴുതണ്ട. പ്ലസ് BQ പ്ലസ് CR ഈക്വൽ ടു 24. Therefore AP plus BQ plus CR ഈക്വൽ ടു 24. ഈ 2 അപ്പുറത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബൈ 2, അതായത് 12. നോക്ക് നിങ്ങള് AP പ്ലസ് BQ പ്ലസ് CR ഈക്വൽ ടു 12 കണ്ട കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ പ്രൂവ് ചെയ്യുമ്പോൾ സത്യത്തിൽ എന്താണ് അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്നുള്ളതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ചിന്ത മാറണം. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് QC. QCയുടെ നീളം കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയോ, Q മുതൽ C വരെയുള്ള ദൂരം നോക്ക്. അത് പോയിട്ട് നമ്മൾ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാ. QC ഇതിലില്ല. പക്ഷെ QCക്ക് ഈക്വൽ ആയ Q മുതൽ C വരെയുള്ള ദൂരത്തിന് ഈക്വൽ ആണ് CR. അപ്പൊ CR നമുക്ക് അറിയാം. ഓക്കെ, അപ്പോ ഈ സാധനം വീണ്ടും എഴുതുന്നത് ഞാൻ AP പ്ലസ് BQ പ്ലസ് CR വരെ ഞാൻ CQ എന്ന് എഴുതുന്നു. ഓക്കെ, കാരണം എനിക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? QC അങ്ങനെ തന്നെ എഴുതാം. QCയുടെ നീളമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഈക്വൽ ടു 12. ഇനി AP യും BQ ഒന്ന് നിങ്ങൾ നോക്കിക്കേ. ഈ 7 സെന്റിമീറ്റർ നമ്മൾ ഇത്ര നേരം ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. AP യും BQ ഒന്ന് നോക്കിക്കേ. AP പറഞ്ഞാൽ ഇവിടെ മുതൽ ഇതുവരെ നീളം, BQ പറഞ്ഞാൽ ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം. അപ്പൊ ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരത്തിന് സെയിം ആണ് ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം. അപ്പൊ BQ വരെ BP എഴുതുന്നത് AP പ്ലസ് BP പ്ലസ് QC ഈക്വൽ ടു 12. AP യും BP യും കൂടി കൂട്ടിയാൽ മക്കളെ AP യും BP യും കൂടി കൂട്ടിയാൽ 7 കിട്ടും. അപ്പൊ 7 പ്ലസ് QC ഈക്വൽ ടു 12. Therefore QC ഈക്വൽ ടു 12 മൈനസ് 7 ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഇതാണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ആൻസർ. നന്നായി എഴുതി പഠിക്കേണ്ട സംഗതിയാണ്. പക്ഷെ ഇത് തന്നെ വരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പബ്ലിക് എക്സാമിന് ഇത് തന്നെ വരുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സാഹചര്യത്തിനനുസരിച്ച് ചിന്തിക്കാൻ അറിയുന്നതാണ് മാത്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സാഹചര്യം എന്താണ് അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ചിന്ത മാറ്റാൻ നമുക്ക് കഴിയണം. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ള 17ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും കഴിയുന്ന ചോദ്യമല്ല ഇത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾക്ക് കഴിയുമോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാര്യം ഫോളോ ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോകും. A cone of radius 12 cm is to be made by folding a sector of circle radius 20 cm. അപ്പൊ ഒരു കോൺ ഉണ്ടാക്കണം. A cone of radius 12 cm. അപ്പൊ കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, കോണിന്റെ റേഡിയസ് പറഞ്ഞാൽ സ്മോളർ ആണ് അല്ലെ. 12 സെന്റിമീറ്റർ ഉണ്ടാക്കണം. നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? കട്ട് ഓഫ് ഫ്രം ദ സർക്കിൾ ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റർ. അപ്പൊ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് 20 ആണ്. നമ്മൾ ഇങ്ങനെ ഒരു സെക്ടർ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 20 ആണ്. എന്നാൽ ഇത് ഉണ്ടാക്കുന്ന കോൺ ഉണ്ടല്ലോ, ആ കോണിന്റെ റേഡിയസ് 12 ആണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു. Then a question, what should be the central angle of sector? അപ്പൊ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാവരുടെയും x ഡിഗ്രി കണ്ടുപിടിക്കാൻ ഉണ്ടാവും. R/L ഈക്വൽ ടു x ബൈ 360. ഇത് ഓർമ്മ വേണം. R/L ഈക്വൽ ടു x ബൈ 360. അപ്പൊ R പറഞ്ഞാൽ 12 ബൈ L. L തന്നിട്ടില്ലല്ലോ. L തരാതെ നമ്മൾ എങ്ങനെ L എഴുതും? ക്യാപിറ്റൽ R എന്താണോ അത് തന്നെയാണ് L. എല്ലാവരുടെയും ക്യാപിറ്റൽ R എന്താണോ അത് തന്നെയാണ് L. നമ്മുടെ സോളിഡ്സ് പിന്നെ നമ്മുടെ ചാപ്റ്ററിൽ എല്ലാവരുടെയും എന്ത് ചെയ്യണം? ക്യാപിറ്റൽ R തന്നെയാണ് L. അതുകൊണ്ട് ഈ 20 തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. ഈക്വൽ ടു x ബൈ 360. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം? x ഈക്വൽ ടു 360 പുറത്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യാം. 12 ബൈ 20 ഇൻറ്റു 360. 0 ക്യാൻസൽ ചെയ്തു. 336 പകുതി 18. അപ്പൊ 12 ഇൻറ്റു 18 ചെയ്താൽ നമുക്ക് തരും. ഓക്കെ, അപ്പോ 18 ഇൻറ്റു 12 ഈക്വൽ ടു 6 3 18. 216 ഡിഗ്രി
ഇതാണ് നമ്മുടെ എക്സ് ഡിഗ്രി എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ നമ്മളത് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബി ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ എന്നാണ്. കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ഈക്വൽ ടു വക്രതല പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ ഈക്വൽ ടു പൈ ആർ എൽ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. പൈ ഇൻറ്റു ആർ, ആർ പറഞ്ഞാൽ നമ്മുടെ 12 ആണ്, ഇൻറ്റു എൽ പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ആർ എന്താണോ അത് തന്നെയാണ് നമ്മുടെ എൽ. അപ്പോ 20. അപ്പൊ 12-ന് 2 കൊണ്ട് 24-ന്റെ കൂടെ ഒരു 0 ഇട്ട് 240 പൈ സെന്റിമീറ്റർ സ്ക്വയർ. സത്യത്തിൽ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനാണ് കുറച്ചെങ്കിലും പണിയുള്ളത്. അത് തന്നെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അതാണ് 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഈ വീഡിയോ ഇവിടെ 18ാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് നിർത്താണ്, സമയപരിമിതി ഉള്ളത് കാരണം. 19 മുതൽ നമുക്ക് 29 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. സമയക്രമത്തിനനുസരിച്ചുകൊണ്ട് ഒരുപാട് ലെങ്ത് ആയാലും നിങ്ങൾ കാണുമ്പോൾ ബോറടിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാർട്ട് ആയിക്കൊണ്ട് തന്നെ ചെയ്യാനാണ്. എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഇതുവരെയുള്ള ചോദ്യം പക്കയായി പഠിക്കണം. ഇതേമാതിരിത്തെ കുറെ ചോദ്യങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, പ്രത്യേകിച്ച് 2017-18 അധ്യയന വർഷത്തെ 2016 മുതൽ ഇങ്ങോട്ടുള്ള ചോദ്യ പേപ്പറിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടി നോക്കണം. എല്ലാ സബ്ജക്റ്റിലെയും നോക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാത്സിൽ മക്കളെ ഒന്നും പേടിക്കേണ്ട. ഞാൻ ലാസ്റ്റ് പറയാമെന്ന് എടുത്തു വെച്ച സംഭവത്തിന്റെ സൂചന തരികയാണ്. നിങ്ങൾ ഒരു റീ ടെസ്റ്റ് എഴുതണം. എങ്ങനെയാണ് റീ ടെസ്റ്റ് എഴുതുക? ഈ പറഞ്ഞ വീഡിയോയും ഇത്തരത്തിലുള്ള റിസോഴ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് നിങ്ങളൊന്ന് റെഫർ ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ ഇപ്പൊ ഈ R/L=x/360 എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏകദേശം ഇക്വേഷൻ പഠിച്ച കുട്ടികൾക്കൊക്കെ ഇത് അറിയാം, പഠിക്കാത്ത കുട്ടികൾക്ക് അറിയില്ല കേട്ടോ. അതേമാതിരി തന്നെ മറ്റ് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കണ്ടതിൽ പലതും നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്. അപ്പൊ അറിയുന്നത് തന്നെ പ്രവർത്തിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൈമലർത്തി പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഈ അറിയുന്ന സംഭവം നിങ്ങൾ ഒന്നുകൂടി കറക്റ്റ് ടൈമൊക്കെ വെച്ച്, കൂൾ ഓഫ് ടൈമൊക്കെ വെച്ച് ഒന്ന് 2.5 മണിക്കൂർ സമയം മാറിയിരുന്ന് കൃത്യമായി പരീക്ഷ എഴുതിയാൽ അതിൽ വീണ്ടും നിങ്ങൾക്ക് കിട്ടാത്ത പ്രശ്നമുണ്ടോ, എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് ഓരോ വിദ്യാർത്ഥിക്കും മനസ്സിലാവും. ഈ രീതിയാണ് ഞാൻ അവസാനം പറയാൻ വെച്ചത്. ഇനിയും സമയം വൈകണ്ട എന്നുള്ളതുകൊണ്ട് ഇപ്പൊ പറഞ്ഞത് മാത്രം. ബാക്കി പല വഴികളും നമ്മുടെ അടുത്ത വീഡിയോയിൽ വരും. ഓക്കെ.